എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന പുസ്തകത്തിലെ 7th ചാപ്റ്ററാണ്. ഇതൊരു കവിതയാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് തോപ്പ്. ഇത് എഴുതിയിരിക്കുന്നത് വീരേൻ ഡംഗ്വാൾ ആണ് കവിയുടെ പേര്. തോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോക്ക് അല്ലെങ്കിൽ ഗണ്ണ്, കാനൺ. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വലിയ സൈസിലുള്ളതില്ലേ, പീരങ്കി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. രണ്ട് സൈഡിലും ചക്രം ആയിട്ട് നടുവിലിങ്ങനെ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ കവി പരിചയമുണ്ട്, പിന്നെ ഒരു ബ്രീഫ് സമ്മറി ഉണ്ട് കവിതയെ പറ്റിയിട്ട്. അപ്പോൾ കവിതയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആദ്യം കവി പരിചയം നോക്കാം. 5 अगस्त 1947 को उत्तराखंड के टिहरी गढ़वाल जिले के कीर्ति नगर में जन्मे वीरेन डंग्वाल ने 5 ഓഗസ്റ്റ് 1947 ഉത്തരാഖണ്ഡിലെ ടിഹിരി ഗഡ്വാൾ ജില്ലയിലുള്ള കീർത്തിനഗർ എന്ന സ്ഥലത്ത് ജനിച്ച വീരേൻ ഡംഗ്വാൾ ആരംഭിക് ശിക്ഷ നൈനിതാൽമേ, സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റഡീസ് നൈനിതാലിലും പിന്നെ ഓർ ഉच्च ശിക്ഷ ഇലഹാബാദ് മേ പായി, ഹയർ സ്റ്റഡീസ് ഇലഹാബാദിലും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പേഷെ സെ പ്രാധ്യാപക് ഡംഗ്വാൾ പത്രകാരിത സെ ഭി ജുഡേ ഹുവേ ഹേ. പേഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷൻ, ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു പ്രൊഫസർ ആയിരുന്നു. പ്രാധ്യാപക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫസർ. പിന്നെ പത്രകാരിത സെ ഭി ജുഡേ ഹുവേ ഹേ, ജേർണലിസവും ചെയ്യുമായിരുന്നു. അതിനോടും അറ്റാച്ച്ഡ് ആയിരുന്നു. സമാജ് കി സാധാരണ ജൻ, സമാജത്തിലെ സൊസൈറ്റിയിലെ സാധാരണ ജനങ്ങളും പിന്നെ और होशिये पर स्थित जीवन के, होशिये पर स्थित ജീവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജനങ്ങളെന്ന് പറയില്ലേ, അധികം ആരും ശ്രദ്ധ കിട്ടാത്ത അങ്ങനെയുള്ള ജനങ്ങളുടെ പറഞ്ഞ ജീവിതങ്ങളും അതിനെ പറ്റിയിട്ട് വിലക്ഷണ ബ്യോരെ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ഓർ ദൃശ്യങ്ങളും വീരേൻ കി കവിതാവോം കി വിശിഷ്ടത മാനി ജാത്തി ഹേ, ഈ വീരേൻ്റെ കവിതകളിലുള്ള പ്രത്യേകതകളായിട്ടാണ് പറഞ്ഞു പോകുന്നത്, വിശ്വസിക്കുന്നത്. इन्होंने ऐसी बहुत सी चीज़ों और जीव जंतुओं को अपनी कविता का आधार बनाया है. അദ്ദേഹം ഇതുപോലെ ഉള്ള പറഞ്ഞ ആരും ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള ഇനിയും കുറേ സാധനങ്ങളുടെയും പിന്നെ ജന്തുക്കളെയും തൻ്റെ കവിതയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. പറഞ്ഞ അതിൻ്റെ ബേസിൽ ആധാർ ബനായ ഹെ, അതിൻ്റെ ആധാരത്തിൽ അതിൻ്റെ ബേസിൽ ജിനെ ഹം ദേക്കർ ബി അൻദേക്കാ കിയെ രഹത്തെ ഹെ, പറഞ്ഞ അതിൻ്റെ ബേസിൽ അദ്ദേഹം കവിതകൾ ഒരുപാട് രചിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ അൻദേക്കാ കിയെ രഹത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണാത്ത ഭാവം നടിച്ച് നടക്കുന്ന കാര്യങ്ങളായിരിക്കും. वीरेन के अब तक 2 कविता संग्रह इसी दुनिया में और दुष्चक्र में सृष्टा പ്രകാശിത് ഹോ ചുക്കെ ഹേ. വീരേൻ്റെ 2 കവിതാ സമാഹാരങ്ങൾ എന്ന് പറയില്ലേ, കളക്ഷൻ, അതിൻ്റെ പേരുകളാണ് ഇസ് ദുനിയാമേ, പിന്നൊന്ന് ദുഷ്ചക്രമേ സൃഷ്ട, അത് പബ്ലിഷ് ആയിട്ടുണ്ട്. पहले संग्रह पर प्रतिष्ठित श्रीकांत वर्मा पुरस्कार और दूसरे पर साहित्य अकादमी पुरस्कार के अलावा ആദ്യത്തെ കാവ്യസംഗ്രഹത്തിന് ശ്രീകാന്ത് വർമ്മ പുരസ്കാരവും പിന്നെ രണ്ടാമത്തതിന് സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ കെ അലാവ ഇനി അന്യ കൈ പുരസ്കാരവും സേ ഭി സമ്മാനിത് കിയാ ഗയ, ഇദ്ദേഹത്തിന് വേറെയും ഏതൊക്കെയോ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വീരേൻ ഡംഗ്വാൾ ने कई महत्वपूर्ण कवियों की अन्य भाषाओं में लिखी गई कविताओं का, വീരേൻ ഡംഗ്വാൾ ഇനിയും മഹത്വപൂർണ്ണമായിട്ടുള്ള പല കവിതകളുടെയും അന്യഭാഷാവുമേ ലിഖി ഗയി, വേറെ ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള കവിതകളുടെ ഹിന്ദി മേ അനുവാദ് ബി കിയാ ഹെ, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റും ചെയ്തിട്ടുണ്ട്. 28 सितंबर 2015 को इनका देहावसान हुआ. 28 सितंबर 2015 അദ്ദേഹം മരിച്ചു. നെക്സ്റ്റ് പാഠ് പ്രവേശ്. പ്രതീക് ഓർ ധരോഹർ 2 കിസ്ം की हुआ करती है. പ്രതീക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീകം എന്ന് മലയാളത്തിലും പറയും, എന്തിനെങ്കിലും അടയാളം, അല്ലെങ്കിൽ ധരോഹർ പ്രോപ്പർട്ടി. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഏക് വേ ജിനെ ദേക്കർ യാ ജിൻകെ ബാരെ മേ ജാൻകർ ഹമേ അപ്നെ ദേശ് ഓർ സമാജ് की प्राचीन उपलब्धियों का भान होता है. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിനെ ദേക്കർ, നമുക്കതിനെ കണ്ടിട്ട്, അല്ലെങ്കിൽ ജിൻകെ ബാരെ മേ ജാൻകർ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് നമ്മൾക്ക് അപ്നെ ദേശ് ഓർ സമാജ് കി പ്രാചീന ഉപലബ്ധിയോം കാ, നമ്മളുടെ ദേശത്തിൻ്റെയും നമ്മളുടെ സമാജത്തിൻ്റെയും പ്രാചീന കാലത്തിലെ നടന്നിരുന്ന പണ്ടത്തെ ഉപലബ്ധികൾ അഥവാ നേട്ടങ്ങൾ, അച്ചീവ്മെൻറ്റ്സ്, ഭാൻ ഹോത്താ ഹേ, നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഉണ്ടാവും, അതിനെപ്പറ്റി അറിയാൻ കഴിയും. ഓർ ദൂസരി രണ്ടാമത്തത് വേ ജോ ഹമേ ബതാത്തി ഹേ കി, രണ്ടാമത്തത് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹമാരെ പൂർവജോ സെ
കബ് ക്യാ ചൂക്ക് ഹുയി തീ. നമ്മളുടെ പൂർവ്വജർ, നമ്മളുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മളുടെ മുമ്പുള്ള ജനറേഷനിലുള്ളവരുടെ കയ്യിൽ നിന്ന് കബ് ക്യാ ചൂക്ക് ഹുയി തീ, എപ്പോൾ എന്ത് തെറ്റുകളാണോ സംഭവിച്ചത്, അവർക്ക് പറ്റിയ തെറ്റുകൾ. ചൂക്ക് ഹുയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റുകൾ. ജിസ്കെ പരിണാമ സ്വരൂപ, അതിൻ്റെ ഫലമായിട്ട് ദേശ് കി കൈ പീഡിയോं को दारुण दुख और दमन झेलना पड़ा था. അതിൻ്റെ ഫലമായിട്ട് ദേശത്തിലുള്ള പിന്നെയും കുറേ ജനറേഷനിലുള്ളവർക്ക്, പീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേഷൻ ഉള്ളവർക്ക് ദാരുണമായിട്ടുള്ള ദുഃഖവും, ദമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം എന്താ പറയുക, കൺട്രോൾ ചെയ്ത് സഹിക്കുക. ദമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്രഷൻ, അതും ഒക്കെ झेलना पड़ा था, സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രസ്തുത പാഠ് മേ ऐसे ही दो प्रतीकों का चित्रण है. ഈ പാഠത്തിൽ അതുപോലുള്ള 2 പ്രതീകങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. പാഠ് ഹമേ യാദ് ദിലാത്ത ഹെ कि कभी ईस्ट इंडिया कंपनी भारत में व्यापार करने के इरादे से आई थी. നമ്മൾക്ക് ഈ പാഠം ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴോ ഒരിക്കൽ പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതത്തിൽ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വന്നിരുന്നു. ഭാരതിനെ ഉസ്കാ സ്വാഗത് ഹി കിയാ താ, ഭാരത് അവരെ സ്വാഗതം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേക്കിൻ കർത്തെ കരാത്തെ വഹ് ഹമാരെ ശാസക് ബൻ ബൈഠി. എന്നാൽ എന്താണ്, ചെയ്തിട്ടും ചെയ്യിപ്പിച്ചിട്ടും പതുക്കെ അവർ നമ്മളെ ഭരിക്കാൻ തുടങ്ങി, നമ്മളുടെ ഭരണാധികാരികളായി മാറി. ശാസക് ബൻ ബൈഠി, നമ്മളുടെ റൂളറായി മാറി. ഉസ്നെ കുച്ച് ഭാഗ് ബൻവായേ തോ കുച്ച് തോപ്പും ഭി തയ്യാർ കി. ഉസ്നെ എന്ന് പറയുന്നത് ആരാണ്? ബ്രിട്ടീഷേഴ്സ്. അവർ കുറച്ച് ഭാഗ് ബൻവായെ, കുറച്ച് പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി. കാരണം പണ്ട് അവർ റൂൾ ചെയ്തിരിക്കുന്ന സമയത്ത് എന്താണ്, അവർ ബിൽഡിങ്ങും പിന്നെ പൂന്തോട്ടങ്ങളും എല്ലാം ഉണ്ടാക്കി, അതാ പറയണത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്താണ്, കുച്ച് തോപ്പേം ബി തയ്യാറാക്കി, കുറേ തോക്കുകൾ അഥവാ പീരങ്കികളും അവർ ഉണ്ടാക്കി. ഉൻ തോപ്പോനെ ഇസ് ദേശ് കോ ഫിർ സെ ആസാദ് കറാനെ കാ സപ്ന സാക്കാർ കർനെ നിക്ലെ. ആ തോപ്പുകൾ കൊണ്ട്, ആ പീരങ്കികൾ കൊണ്ട് ഈ ദേശത്തിനെ പിന്നെയും ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് വന്നു. വന്ന ആൾക്കാരെ, ജാബാസോങ്കോ, അവരെ, ജാബാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബഹാദൂർ എന്ന് പറയാം, ധൈര്യവാന്മാർ എന്ന് പറയാം, ബ്രേവ് ആയിട്ടുള്ളവരെ, മോത്ത് കെ ഘാട്ട് ഉത്താറ പറഞ്ഞാൽ അവരെല്ലാം കൊന്നു തള്ളി എന്ന് പറയാം. അപ്പോൾ അവരെല്ലാം കൊന്നു. മോത്ത് കെ ഘാട്ട് ഉത്താർന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ടു ഡെത്ത്, മാർന. पर एक दिन ऐसा भी आया, എന്നാൽ ഇങ്ങനെയും ഒരു ദിവസം വന്നു, ജബ് ഹമാരെ പൂർവജോനെ, നമ്മളുടെ ആൻസിസ്റ്റേഴ്സ്, ഉസ് സത്താക്കോ ഉഘാഡ് ഫേക, ആ അധികാരത്തിനെ ഉഘാഡ് ഫേക, പിഴുതെറിഞ്ഞു. സത്ത എന്ന് വെച്ചാൽ അധികാരം. തോപ്പ് കോ നിസ്തേജ് കർദിയ, ആ തോപ്പിനെ പവർ ഇല്ലാതെയാക്കി. നിസ്തേജ്, തേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർഫുൾ ആയിട്ടില്ല, ശക്തിശാലി ആയിട്ടില്ല. നിസ്തേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു ശക്തിയും ഇല്ലാതെ, പവറും ഇല്ലാതെ ആക്കി തീർത്തു. ഫിർ ഭി ഹമേ ഇൻ പ്രതീകോങ്കെ ബഹാനെ യഹ് യാദ് രഖ്നാ ഹോഗാ കി, എന്നാലും നമ്മൾ ഈ അടയാളങ്ങളെ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത് ഓർമ്മയുണ്ടാവണം. കി ഭവിഷ്യമേ കോയി ഓർ ऐसी കമ്പനി യഹാ പാവ് ന ജമാനെ പായേ, ഫ്യൂച്ചറിൽ ഇതുപോലെ ഇനിയൊരു കമ്പനിയും ഇവിടെ കാല് വെക്കാൻ പാടില്ല. ജിസ്കെ ഇരാദെ നേക്ക് നഹോ, അവരുടെ ഇരാദ, അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ, അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നേക്ക് നഹോ പറഞ്ഞാൽ നന്നല്ലാത്തത്, മോശമായ രീതിയിൽ, സത്യസന്ധത ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. നേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധത ഉള്ളത്, നല്ലത്, ഭല, അച്ച, അങ്ങനെയല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവരെ സമ്മതിക്കരുത്, അവരെ കാലുവെപ്പിക്കരുത് ഇവിടെ. ഓർ യഹാ ഫിർ വഹി താണ്ഡവ് മച്ചേ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ എങ്ങാനും വന്നാൽ ഇതേ താണ്ഡവം തന്നെ ആകും പിന്നെയും. ജിസ്കെ ഘാവ് അഭി തക് ഹമാരെ ദിലോ മേ ഹരേ ഹേ, അതിൻ്റെ മുറിവുകൾ ഇപ്പോൾ വരെയും നമ്മളുടെ മനസ്സുകളിൽ പച്ചയായി തന്നെ കിടക്കുന്നുണ്ട്. ഹരേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഉണങ്ങാതെ കിടക്കുന്നുണ്ട് എന്നർത്ഥം. ഭലെ ഹി അന്ത് മേ ഉൻകി തോപ് ബി ഉസി കാം ക്യൂ ന ആയേ, എന്നാലും അന്ത്മേ ലാസ്റ്റിൽ എന്തായാലും അവരുടെ തോപ്പ്, അവരുടെ പീരങ്കിയും അതേ പണി തന്നെ വന്നു, അതിനും അതേ പണി തന്നെ ആയി. എങ്ങനെ? ജിസ് കാം മേ ഇസ് പാട്ട് കി തോപ്പ് ആ രഹി ഹേ, ഈ പാഠത്തിലുള്ള തോപ്പ് എന്ത് പണിയാണോ ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണോ അതിൻ്റെ അന്ത്യം എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിൻ്റെയും അന്ത്യം ആയി. ആദ്യത്തെ സ്റ്റാൻസ, कंपनी भाग के मुहाने पर धर रखी गई है यह 1857 की तोप, इसकी होती है बड़ी संभाल, विरासत में मिले कंपनी भाग की तरह साल में चमकाई जाती है 2 बार. कंपनी भाग എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്, ബഗീജ, ഗാർഡൻ അഥവാ പൂന്തോട്ടം. ഇപ്പോൾ ഈ കമ്പനി ഭാഗ് എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സിൻ്റെ സമയത്ത്, ബ്രിട്ടീഷേഴ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഉള്ള സമയത്ത് അവർ അവിടെ ബിൽഡിങ്സും പൂന്തോട്ടങ്ങളുമായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അല്ലേ, കെട്ടിയിട്ടുണ്ട്.
അപ്പോൾ കാൺപൂരിലെ ഒരു ബഗീജ അഥവാ പൂന്തോട്ടം, ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ. അതിൻ്റെ പേരാണ് കമ്പനി ബാഗ്. മുഹാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രൻസ്, അതിൻ്റെ പ്രവേശ് ദ്വാർ എന്ന് ഹിന്ദിയിൽ പറയും. പറഞ്ഞാൽ ആ എൻട്രൻസിലുള്ള ഗേറ്റ്. ധർ റക്കി ഗയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുള്ള, റക്കി ഗയി റക്കാ ഹുവ എന്ന് തന്നെയാണ് അർത്ഥം. ബഡി സംഹാൽ, സംഹാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഖ്ഭാൽ കർണ, നല്ല രീതിയിൽ വെക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിനാണ് സംഹാൽ എന്ന് പറയുക. വിരാസത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പ്രോപ്പർട്ടിയോ വസ്തുവോ എന്തായാലും അതിനെ വിരാസത്ത് മേ മിലേ, വിരാസത്ത് എന്ന് പറയാം. പറഞ്ഞാൽ പൂർവജോ സെ പ്രാപ്ത സമ്പത്തി യാ വസ്തു कोई भी चीज़ ചമക്കായി ജാത്തി ഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക, അച്ചി തരസെ ദേഖ്ഭാൽ കർണ, അതുതന്നെയാണ് ചമക്കാന എന്ന് വെച്ചാലും അർത്ഥം. അപ്പോൾ എന്താ പറയുന്നത്, കമ്പനി ബാഗ് കെ മുഹാനെ പർ, കമ്പനി ബാഗ് കെ പ്രവേശ് ദ്വാർ പർ ഹി, അതിൻ്റെ എൻട്രൻസിൽ തന്നെ ധർ റക്കി ഗയി യഹ് 1857 की തോപ്പ്, അവിടെ റക്കി ഗയി യഹ് തോപ്പ് 1857 की यह തോപ്പ്, കമ്പനി ബാഗ് കെ പ്രവേശ് ദ്വാർ पर रखी गई यह തോപ്പ്, ആ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുള്ള ഈ തോപ്പ്. इसकी होती है बड़ी संभाल, इसकी बहुत देखभाल होती है, അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം. इसकी होती है बड़ी संभाल, बहुत देखभाल होती है. വിരാസത്ത് में मिले, അത് എവിടെ നിന്നാണ് കിട്ടിയത്, നമുക്ക് നമ്മളുടെ മുമ്പിലുള്ള ജനറേഷനിൽ നിന്ന് കിട്ടിയതാണ്. വിരാസത്ത് में मिले, अपने पूर्वजों से मिले. कंपनी बाग की तरह, कंपनी बाग പോലെ തന്നെ कंपनी बाग भी अपने पूर्वजों से मिले. അപ്പോൾ ഈ തോപ്പ് भी अपने पूर्वजों से ही मिला. അപ്പോൾ കമ്പനി ബാഗും തോപ്പും രണ്ടും നമുക്ക് നമ്മളുടെ പൂർവ്വജിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. സാൽ മേ ചമക്കായി ജാത്തി ഹെ 2 ബാർ, അപ്പോൾ ഒരു വർഷത്തിൽ ഇതിനെ 2 പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും, 2 പ്രാവശ്യം അതിനെയൊക്കെ വൃത്തിയാക്കി വെക്കും. അതാണ് പറയുന്നത് 2 ബാർ ചമക്കായി ജാത്തി ഹെ എന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, कंपनी बाग के प्रवेश द्वार पर रखी गई 1857 की तोप है जो अंग्रेज़ों से बनाया गया था और उसकी बहुत देखभाल करते हैं, जो हमें विरासत में मिले हैं अंग्रेज़ों से, और ये भाग भी हमें विरासत में ही मिला है. तो साल में 2 बार इन दोनों को चमकाया जाता है. അപ്പോൾ ഇനി ഭാവാർത്ഥം നോക്കാം. പ്രസ്തുത पंक्तियों में कवि कंपनी बाग में रखी गई एक तोप का वर्णन किया है. ഈ ലൈനുകളിൽ കവി കമ്പനി ബാഗ് എന്ന ഗാർഡനിൽ വെച്ചിട്ടുള്ള ഒരു തോപ്പിൻ്റെ പീരങ്കിയെ പറ്റിയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. യഹ തോപ്പ് 1857 में स्वतंत्र संग्राम में अंग्रेज़ों द्वारा इस्तेमाल किया गया था. ഈ പീരങ്കി 1857 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാർ ഇസ്തേമാൽ കിയാ ഗയാ താ, യൂസ് ചെയ്തതായിരുന്നു. യഹ കമ്പനി ബാഗ് में प्रवेश द्वार में सजाकर रखी है, ഇത് കമ്പനി ബാഗ് എന്ന ഗാർഡനിൽ എൻട്രൻസിൽ തന്നെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത്, സജാക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട്, അതിൻ്റെ അർത്ഥം നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ജैसे കമ്പനി ബാഗ് ഹമേ അംഗ്രേസോं से വിരാസത്ത് में मिला, എങ്ങനെയാണോ നമുക്ക് ഈ കമ്പനി ബാഗ് എന്ന ഗാർഡൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് അവരുടെ ആൻസിസ്റ്റേഴ്സ് നമുക്ക് തരുന്ന പോലെ അവരുടെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയിരിക്കുന്നത്, വൈസേ അതേപോലെ തോപ്പ് ബി ഹമേ അംഗ്രേസോं से ही मिला था, ഈ തോപ്പും നമ്മൾക്ക് ബ്രിട്ടീഷേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സാൽ മേ 2 ബാർ കമ്പനി ബാഗ് കി സഫായിക്ക് സാത്ത് സാത്ത്, വർഷത്തിൽ 2 തവണ ഈ കമ്പനി ബാഗിൻ്റെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ തോപ്പ് को भी ചമക്കായ ജാത്ത ഹെ, ഈ പീരങ്കിയെയും ചമക്കായ ജാത്ത ഹെ, വൃത്തിയാക്കി സൂക്ഷിക്കുന്നു അഥവാ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ചമക്കാന എന്ന് വെച്ചാൽ നല്ല പിന്നെ തിളക്കുക, അതിൻ്റെ അർത്ഥം നന്നായി വെക്കുന്നുണ്ട്. नेक्स्ट स्टैंसा, सुबह शाम कंपनी बाग में आते हैं बहुत से सैलानी, उन्हें बताती है यह तोप कि मैं बड़ी जबर उड़ा दिए थे मैंने अच्छे अच्छे सुरमाओं के दज्जे अपने ज़माने में. സുബാ ഷാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും, അതിൻ്റെ അർത്ഥം നമ്മൾ രാവും പകലും എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. കമ്പനി ബാഗ് മേ ആത്തെ ഹെ ബോസി സൈലാനി, സൈലാനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രക്കാര്, യാത്രി എന്ന് പറയാം. പറഞ്ഞാൽ ടൂറിസ്റ്റ് എന്നും പറയാം, ടൂറിസ്റ്റിന് പര്യടക് എന്നൊക്കെ പറയും. ഉനെ ബത്താത്തി ഹെ യഹ തോപ്പ്, അപ്പോൾ ഈ തോപ്പ് അവരുടെ അടുത്ത് പറയണത് കിമെ ബഡി ജബർ, ജബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തിശാലി, പവർഫുൾ ആയിട്ടുള്ള, താക്കത്വർ എന്നൊക്കെ പറയാം, താക്കത്വർ ശക്തിശാലി എന്ത് വേണോ പറയാം. ഉടാദിയത്തെ മെനെ അച്ചേച്ചെ സുർമാവോ, സൂർമാവോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീരന്മാർ, വീർ തന്നെ ഹിന്ദിയിൽ പറയാം. ദജ്ജെ, ദജ്ജെ ഉഡാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഹാവരയാണ്, അതൊരു ഈഡിയമാണ്. അതിൻ്റെ അർത്ഥം ബുരി തരസെ ഹറാന അല്ലെങ്കിൽ ബുരി തരസെ പരാസ്ത് കർണ, പറഞ്ഞാൽ അവരുടെ പണി കഴിക്കുക, മൊത്തത്തിൽ അവരെ തോൽപ്പിക്കുക അല്ലെങ്കിൽ അവരെ കീഴടക്കുക, ദജ്ജിയ ഉഡാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ ഇനി നോക്കാം. സുബഹ ഷാം കമ്പനി ബാഗ് മേ ആते हैं बहुत से सैलानी. അപ്പോൾ സുബഹ ഷാം बहुत सारे यात्रियाँ കമ്പനി ബാഗ് മേ ആते हैं. അതിൻ്റെ അർത്ഥം ഒരുപാട് യാത്രികൾ അതിലെ കൂടിയിട്ട് അവിടെ രാവും പകലും വരുമായിരുന്നു കമ്പനി ബാഗിൽ. ഉന്നെ ബത്താത്തി ഹെ യഹ് തോപ്പ്. അപ്പോൾ ഈ തോപ്പ് അവരുടെ അടുത്ത് പറയുകയാണ്. തോപ്പ് ഉൻസെ കെഹത്ത ഹെ കി മേ ബഡി ജബ്ബർ. ഞാൻ ഭയങ്കര ശക്തിശാലിയായിരുന്നു. മേ ബഹുത് ശക്തിശാലി താ, അല്ലെങ്കിൽ മേ ബഹുത് താക്കത്വർ താ, ഞാൻ ഭയങ്കര ശക്തിശാലിയായിരുന്നു. അതുകൊണ്ട് എന്താണ്, ഉടാദിയത്തെ മേനെ അച്ചേ അച്ചേ സുർമാവോക്കെ ദജ്ജെ. ഞാൻ പറപ്പിച്ചു. ഉടാദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ കഴിച്ചു അല്ലെങ്കിൽ പറപ്പിച്ചു. എന്താണ്, മേനെ ഞാൻ, അച്ചേ അച്ചേ സുർമാവോക്കെ ദജ്ജെ, നല്ല നല്ല വീരന്മാരുടെ ദജ്ജെ ഉടായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പണി കഴിച്ചു അല്ലെങ്കിൽ അവരെയൊക്കെ കീഴടക്കി അവരെയൊക്കെ തോൽപ്പിച്ചു. അപ്പനെ ജമാനമേ, എൻ്റെ കാലത്ത്, ജമാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലത്ത്, ഞാൻ നന്നായിട്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം. അപ്പം എന്താണ്, സുബഹ ഷാം കമ്പനി ബാഗ് മേ ബഹുത് സാരെ സൈലാനി അഥവാ യാത്രി ആते थे तो मैं तो तोप कह रहे हैं उनसे कि मैं अपने ज़माने में मैं बहुत ताकतवर था, मैं इसलिए अच्छे अच्छे वीरों को भी हराए थे, അല്ലെങ്കിൽ എന്താണ്, പരാസ്ത് കരേ थे. ഇനി അടുത്തത് ഭാവാർത്ഥം നോക്കാം. പ്രസ്തുത പങ്ക്തിയോ മേ കവി തോപ്പ് സെ കീ ഗയി ബാത്തേ ബതായേ ഹെ. ഈ വരികളിലെ കവി തോപ്പ് പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സുബഹ ഷാം കമ്പനി ബാഗ് മേ ബഹുത് യാത്രിയാ ആത്തെ ഹെ. രാവും പകലും കമ്പനി ബാഗിൽ ഒരുപാട് യാത്രികൾ വരുമായിരുന്നു. തോപ്പിൻസെ ബത്താത്ത ഹെ കി, തോപ്പ് അവരുടെ അടുത്ത് പറയാണ്, മേ അപ്പനെ ജമാനെ മേ ബഹുത് താക്കത്വർ താ, ഞാൻ എൻ്റെ കാലത്ത് പണ്ട് ഞാൻ ഭയങ്കര ശക്തിശാലിയായിരുന്നു. ഓർ ബഹുത് വീരോങ്കോ മാറാത്ത, ഒരുപാട് വീരന്മാരെ ഞാൻ കൊന്നിട്ടുണ്ട്, അവരുടെ പണി കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. ബഹുത് അത്യാചാർ കിയാത്ത, അതിൻ്റെ അർത്ഥം എന്താണ്, അത്യാചാരം എന്ന് നമ്മൾ മലയാളത്തിലും പറയും. അതിൻ്റെ അർത്ഥം അവരെ ഒരുപാട് ഞാൻ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. नेक्स्ट लास्ट स्टैंसा. अब तो बहरहाल छोटे लड़कों की घुड़सवारी से अगर यह फारिग हो तो उसके ऊपर बैठकर चिड़िया ही अक्सर करती है गपशप. कभी कभी शैतानी में वे इसके भीतर भी घुस जाती है, खासकर गौरैये. वे बताते हैं कि दरअसल कितनी भी बड़ी हो तोप, एक दिन तो होना ही है उसका मुंह बंद. ആദ്യം മീനിങ്സ്. ബെഹർലാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുരി സ്ഥിതി, വളരെ മോശമായ അവസ്ഥ. ചോട്ടെ ലടുക്കോക്ക് ഗുഡ്സവാരി, ഗുഡ്സവാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോഴ്സ് റൈഡിങ്, കുതിരയുടെ മേലെ ഇരുന്ന് സവാരി ചെയ്യുക. ഫാരിഗ്, ഫാരിഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്തി അല്ലെങ്കിൽ ഖാലി, ഫ്രീ ആവുക, അത്രേ ഉള്ളൂ. तो उसके ऊपर बैठकर चिड़िया ബേർഡ്സ് അക്സർ करती है गपशप എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കുക. കബി കബി ഷേത്താനി മേ വേ ഇസ്കെ ഭീത്തർ ഭി ഗുസ് ജാത്തി ഹെ. ഗുസ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കടന്നു പോവുക, എന്തിൻ്റെങ്കിലും ഉള്ളിലേക്ക് പോവുക. ഖാസ്കർ ഗൊരയെ, ഗൊരയെ എന്ന് വെച്ചാൽ സ്പാരോ, കുരുവികൾ. വേ ബത്താത്തി ഹെ കി ദരസൽ കിतनी भी बड़ी हो तोप एक दिन तो होना ही उसका मुंह बंद. പിന്നെ വേറെ മീനിങ്സ് ഒന്നുമില്ല. അബ് തോ ബെഹർലാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അബ് ബഹുത് ബുറാ ഹാൽ ഹെ, ഇപ്പോൾ വളരെ മോശമായ സ്ഥിതിയാണ് ആ തോപ്പിൻ്റെ. പറഞ്ഞാൽ പണ്ടെന്താണ്, ആൾക്കാരെയൊക്കെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ വീരന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, കൊന്നു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പം എന്താണ്, അബ് ഉസ്കാ ഹാൽ ബഹുത് ബുറാ ഹെ, ബഹുത് ബുറാ ഹാൽ ഹെ, ഭയങ്കര മോശമായ അവസ്ഥയാണ്. ചോട്ടെ ലടുക്കോം കി ഗുഡ്സവാരി സെ അഗർ യഹ് ഫാരിഗ് ഹോ തോ ഉസ്കെ ഊപ്പർ ബാറ്റ്കർ. അപ്പം എന്താണ്, ചെറിയ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, പറഞ്ഞാൽ ഗാർഡനിലൊക്കെ കുട്ടികൾ വരും, കളിക്കും അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്, ആ കുട്ടികൾ അതിൻ്റെ മേലെ ഇരുന്ന് കളിക്കും. അപ്പോൾ കുതിര കളിക്കണ പോലെ കളിക്കും, അതാണ് പറയുന്നത്. ചോട്ടെ ലടുക്കെ ഉത്തോപ്പ് കെ ഊപ്പർ ബാറ്റ് കെ ഗുഡ് സവാരി കാ ഖേൽ ഖേൽത്തെ ഹേ. ഗുഡ് സവാരി ആയിട്ട് കുതിര കളിക്കണ പോലെ കളിക്കാൻ തുടങ്ങും. പിന്നെന്താണ്, അത് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ, അഗർ വോ കാലി ഹോ ഗേ, അഗർ വോ ലड़के ചലേ ഗേ, കുട്ടികൾ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെന്താണ്, അതാണ് ഫാരിഗ് ഹോ, യഹ് ഫാരിഗ് ഹോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാറി, അത് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ്, ഉസ്കെ ഊപ്പർ ബാറ്റ് കർ ചിടിയ ഹി അക്സർ കർത്തി ഹെ ഗപ്ഷപ്പ്. പക്ഷികൾ അതിൻ്റെ മേലെ ഇരുന്ന് ഗപ്ഷപ്പ്, ചലയ്ക്കാൻ തുടങ്ങും, ശബ്ദിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങും. അപ്പം എന്താണ്, ലड़के उसके ऊपर घुड़सवारी के खेल खेलते हैं, उसके बाद अगर वो खाली हो गए तो क्या है, चिड़िया उसके ऊपर बैठ के गपशप करते हैं. പക്ഷികൾ വന്നിരിക്കാൻ തുടങ്ങും. കബി കബി ഷേത്താനി മേ വേ ഇസ്കെ ഭീത്തർ ബി ഘുസ് ജാത്തി ഹെ. ഒരുപാട് ഷേത്താനി, വികൃതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പക്ഷികൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകും, അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കടന്നു ചെല്ലും. ഖാസ്കർ ഗൊരയെ, കൂടുതലും ആരാണ്, ഏത് പക്ഷികളാണ്, സ്പാരോസ്, കുരുവികളാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്.
വേ ബതാത്തി ഹെ കി ദർസൽ കിത്നി ബി ബഡി ഹോ തോപ്പ്. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? എത്ര വലിയ തോപ്പാണെന്നുണ്ടെങ്കിലും എത്ര വലിയ ശക്തിശാലിയാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഏക് ദിൻ തോ ഹോനാ ഹി ഹെ ഉസ്കാ മുഹ് ബന്ദ്. ഏതെങ്കിലും ഒരു ദിവസം അതിൻ്റെ വായ അടക്കി തന്നെ വേണം, അല്ലെങ്കിൽ അടയ്ക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അന്ത്യം, അതിൻ്റെ അവസാനം, ഏതെങ്കിലും ഒരു ദിവസം അതിൻ്റെ അവസാനം തീർച്ചയായിട്ടും ഉണ്ടാവും, എത്ര ശക്തിശാലിയായിട്ടുള്ളതാണെങ്കിലും. मतलब कितना भी शक्तिशाली हो, कितना भी ताकतवर हो, एक ना एक दिन उसका अंत होगा ही. इन्हीं भावार्थ നോക്കാം. പ്രസ്തുത പങ്ക്തിയോ മേ തോപ്പ് സെ കഹി ഗയി ബാത്തോं का വർണ്ണൻ करते हैं. ഈ വരികളിൽ തോപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത് കവി. തോപ്പ് कहता है कि अब तो मेरा बुरा हाल हो गया है. അപ്പോൾ തോപ്പ് പറയണ ഇപ്പം എൻ്റെ വളരെ മോശം അവസ്ഥയായി മാറി. अब छोटे लड़के ऊपर बैठकर घुड़सवारी का खेल खेलते हैं. ചെറിയ കുട്ടികൾ വന്നിട്ട് എൻ്റെ മേലെ ഇരുന്നിട്ട് കുതിര കളിച്ചുകൊണ്ടിരിക്കും. ഉൻകെ ജാത്തെ ഹി ചിടിയ ഉസ്മെ ബൈഠ്കർ ഗപ്ഷപ്പ് കർത്തി ഹെ. അവർ പോയതും എന്താണ്, കുറേ പക്ഷികൾ വന്നിരുന്ന് എൻ്റെ മേലെ വന്നിരുന്ന് ശബ്ദിച്ചു കൊണ്ടിരിക്കും. കഭി കഭി ഷേത്താനി കർത്തെ ഹെ തോ ചിടിയ തോപ്പ് കെ അന്തർ ഹി ഘുസ് ജാത്തി ഹെ. ഒരുപാട് വികൃതി കാണിക്കുന്ന സമയത്ത് എന്താണ്, ഈ പക്ഷി എൻ്റെ ഉള്ളിലേക്ക് തന്നെ വരും, അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്നു വരും. ഖാസ്കർ ഗൊരയ്യ, എസ്പെഷ്യലി ആരാണ്? സ്പാരോസ്, കുരുവികൾ. ആഖിരി ദോ പങ്ക്തിയോ മേ കഹാ ഗയാ ഹെ കി, ലാസ്റ്റിലെ 2 വരികളിൽ എന്താ പറയുന്നത്? ചാഹെ കോയി ഭി കിത്തന ശക്തിശാലി ഹോ, ആരായാലും എത്ര ശക്തിശാലിയാണെന്നുണ്ടെങ്കിലും, യ ക്രൂർ യ അത്യാചാരി, ക്രൂരനാണെന്നുണ്ടെങ്കിലും അത്യാചാരിയാണെന്നുണ്ടെങ്കിലും, ഏക് ന ഏക് ദിൻ തോ ഉസ്കാ മുഹ് ബന്ദ് ഹോ ജായേഗ. ഏതെങ്കിലും ഒരു ദിവസം അതിൻ്റെ വായ അടഞ്ഞു പോകും, അല്ലെങ്കിൽ അടയ്ക്കുക തന്നെ ചെയ്യും. അർത്ഥാത്, അതിൻ്റെ അർത്ഥം എന്താണ്? അന്ത് ഹോക, അതിന് ഒരു അവസാനം തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.